ഇനി നമ്മൾ പോകുന്നത് അരിസ്റ്റോട്ടലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്, അതും കൂടി തീർക്കാം. ഏതാണ് സാധ്യമായ ഏറ്റവും നല്ല സ്റ്റേറ്റ് എന്നതാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ഒരു നല്ല സ്റ്റേറ്റിന് താഴെ പറയുന്ന പ്രത്യേകതകൾ ഉണ്ടായിരിക്കണമെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഒന്നാമതായിട്ട് അങ്ങനെ ഒരു 4-5 പോയിന്റുകൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന്, ഒരു സ്റ്റേറ്റിന് മാത്രമേ നല്ല സ്റ്റേറ്റ് എന്ന ഒരു വിശേഷണം ലഭിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. അതിൽപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത്, ഒരു സ്റ്റേറ്റ് സ്റ്റേബിൾ ആയിരിക്കണം, അഥവാ എന്നും നിലനിൽക്കുന്നതായിരിക്കണം, തകിടം മറിഞ്ഞു പോകുന്നതാവാൻ പാടില്ല. അഥവാ അവരുടെ ഭരണഘടന എന്നും ബാലൻസ്ഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഏറ്റക്കുറച്ചിൽ വരുത്തുക എന്ന ഒരവസ്ഥയില്ലാതെ എപ്പോഴും ഒരേ തുല്യമായ അവസ്ഥയിൽ നിലനിൽക്കുന്ന രൂപത്തിലായിരിക്കണം. അവിടുത്തെ പ്രജകൾക്ക് എല്ലാവർക്കും യോജിക്കുന്ന രൂപത്തിലുള്ളൊരു ബാലൻസ്ഡ് ആയിരിക്കണം അവിടുത്തെ ഭരണഘടന എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി അദ്ദേഹം പറയുന്നത്, ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ മിതമായ ഒരു ചിന്താഗതിയുള്ളതായിരിക്കണം ഓരോ രാജ്യത്ത്, ഒരു സ്റ്റേറ്റ്. അഥവാ മോഡറേറ്റ് ആയ ഒരു സ്റ്റേറ്റിന് മാത്രമേ നല്ല സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. അഥവാ അവിടുത്തെ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളൊന്നും വളരെ കടുത്തതുമാവാൻ പാടില്ല, എന്നാൽ വളരെ സോഫ്റ്റും ആവാൻ പാടില്ല. രണ്ടിൻ്റെയും മിതമായ അല്ലെങ്കിൽ മധ്യത്തിലുള്ള ഒരു രൂപത്തിലായിരിക്കണം ഭരണഘടന ഉണ്ടായിരിക്കേണ്ടത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് കൂടുതൽ ചായ്വുള്ള അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഉപകാരം കിട്ടുന്ന രൂപത്തിലുള്ള ഒരു ഭരണഘടനയാവാൻ പാടില്ല. എല്ലാവർക്കും ഒരേ രൂപത്തിൽ ഉപകാരം ലഭിക്കുന്ന ഭരണഘടനയായിരിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അരിസ്റ്റോട്ടിൽ പറയുന്നത് 3 ടൈപ്പിലുള്ള സ്റ്റേറ്റിൽ പൊളൈറ്റിയായ അഥവാ രാഷ്ട്രീയ ചിന്താഗതി ജനാധിപത്യപരമായിട്ടുള്ള മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിന് മാത്രമേ സ്റ്റേബിളായിട്ടും മോഡറേറ്റായിട്ടും നിൽക്കാൻ പറ്റൂ. അഥവാ സ്റ്റേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ഥിരതയുള്ളതും അതേപോലെ തന്നെ മിതമായ അല്ലെങ്കിൽ മധ്യരൂപത്തിലുള്ള ഒരു സ്റ്റേറ്റായി നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഒരു പൊളിറ്റിയായ ഒരു സ്റ്റേറ്റിൽ എന്തുകൊണ്ടാണ് അത് സ്റ്റേബിൾ ആയിരിക്കുന്നത് എന്നതിന് അദ്ദേഹം കാരണം പറയുന്നുണ്ട്. സ്റ്റേബിൾ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നും ഒരേപോലെ നിലനിൽക്കുക, സ്ഥിരതയുള്ളതാവുക. ആ സ്ഥിരതയുള്ളതാവാനുള്ള കാരണം അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇത് തന്നെയാണ്, മിഡിൽ ക്ലാസ് ജനങ്ങൾ, മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇടനിലക്കാർ എന്ന് പറയും. വലിയ സമ്പന്നരുമല്ല എന്നാൽ തീരെ പാവപ്പെട്ടവരുമല്ല, അതിനിടയിലുള്ള മിതക്കാർ, എന്തോ മലയാളം പറഞ്ഞല്ലോ, ഇടനിലക്കാർ. ഇതിന് രണ്ടിനെയും മധ്യത്തിലുള്ളവർ, അധിക സമ്പത്തുള്ളവരുമല്ല എന്നാൽ തീരെ ദാരിദ്ര്യമുള്ളവരുമല്ല, അതിനിടയിലുള്ള കൂട്ടക്കാരാണ് മറ്റു 2 വിഭാഗത്തെയും നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മേൽ കൂടുതൽ സ്വാധീനം ഉള്ളത് ഈ മിഡിൽ ക്ലാസ്സിനാണ് എന്ന് ഇദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റിന് സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ബാലൻസ് ഉണ്ടാവും. ബാലൻസ് എന്ന് പറഞ്ഞാൽ തുല്യമായി നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒന്നിനോട് ചായ്വ് ഇല്ലാതെ തുല്യമായി നിൽക്കുക. അതുപോലെ തന്നെ ഇതിന് സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് പറയാനുള്ള മറ്റു ചില കാരണങ്ങൾ കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. അഥവാ പൊളിറ്റി എന്ന രൂപത്തിലുള്ള സ്റ്റേറ്റിന് സ്ഥിരത ഉണ്ടായിരിക്കും എന്ന് പറയാൻ ചില കാരണങ്ങൾ കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. 5 കാരണങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവിടുത്തെ ജനസംഖ്യയെക്കുറിച്ചാണ് പറയുന്നത്. അഥവാ ഇത്തരം രാജ്യങ്ങളിൽ കൂടുതൽ ജനസംഖ്യ വളരെ കൂടുതലും ആയിരിക്കില്ല, എന്നാൽ ജനസംഖ്യ തീരെ ഇല്ലാത്തതായിരിക്കില്ല. അതിനെ മിതമായിട്ടുള്ള രൂപത്തിലായിരിക്കും അവിടുത്തെ ജനസംഖ്യ ഉണ്ടായിരിക്കുക. അവിടുത്തെ ജനസംഖ്യയും അഥവാ സ്റ്റേബിളായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയും ജനങ്ങളും നല്ല ക്വാളിറ്റിയുള്ള ജനങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല വികസനവും നല്ല ആരോഗ്യവുമുള്ള കൂട്ടക്കാരായിരിക്കും അത്തരം രാജ്യങ്ങളിലെ ജനങ്ങൾ. എന്നാൽ ഒരു രാജ്യത്ത് എത്ര ആൾക്കാരാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന എണ്ണം കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിത്രേ ഉള്ളൂ, വളരെ കൂടുതൽ ആൾക്കാരുണ്ടാവുക എന്നുള്ളതും വളരെ കുറഞ്ഞ ആൾക്കാരുണ്ടാവുക എന്നുള്ളതും പാടില്ല, മറിച്ച് മിതമായിട്ടുണ്ടാവണം. എത്രയാണ് ഈ മിതം എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഇനി
ഒരു രാജ്യം സ്റ്റേബിൾ ആവാനുള്ള ജനസംഖ്യയുടെ അവസ്ഥ നോക്കാതെ ഒരു രാജ്യം സ്റ്റേബിൾ ആയിരിക്കണമെങ്കിലുള്ള ഒരു കാര്യം പറയുന്നത് ആ രാജ്യത്തിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ അതിൻ്റെ സ്ഥാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരു മിതമായ വലിപ്പമുള്ള ഒരു രാജ്യം, അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും പെട്ടെന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഈ രാജ്യമെങ്കിൽ ആ രാജ്യം നല്ല പുരോഗതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു രാജ്യമായിരിക്കും. കാരണം വിദേശ രാജ്യത്തേക്ക് യാത്ര ചെയ്യാനും വ്യാപാരം നടത്താനും സൗകര്യമുണ്ടായിരിക്കും, സഹായകരമായിരിക്കും എന്നതാണ് പ്രധാന കാരണം. അതേപോലെ തന്നെ ആ രാജ്യത്തേക്ക് ശത്രുക്കൾ വന്നു ചേരുന്നതിൽ ശത്രുക്കളെ തടയാൻ പറ്റുന്ന രൂപത്തിലുള്ള രാജ്യമാണ് എങ്കിൽ ആ രാജ്യം സ്റ്റേബിൾ ആയിരിക്കും, അതുപോലെ തന്നെ അത് ബാലൻസ്ഡും ആയിരിക്കും. ഇനി ഒരു രാജ്യം നല്ല രാജ്യമാണോ എന്ന് തീരുമാനിക്കാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവമാണ്. എല്ലാവരും നല്ല ചിന്താശേഷിയുള്ളവരും രാജ്യത്തോട് രാജ്യസ്നേഹമുള്ളവരുമാണ് എങ്കിൽ ആ രാജ്യം നല്ല പുരോഗതിയുള്ളതായിരിക്കും, സ്റ്റേബിളുമായിരിക്കും. അവർക്കെല്ലാവർക്കും വിസ്ഡം ഉണ്ടായിരിക്കണം. വിസ്ഡം എന്ന് പറഞ്ഞാൽ വിവേകം, അറിവുണ്ടായിരിക്കണം. നല്ല അറിവുള്ളവരും ആണെങ്കിൽ ആ രാജ്യം നല്ല സ്റ്റേബിളായിരിക്കും. നാലാമതായി പറയുന്നത് വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത ക്ലാസ് ഉദ്ദേശിക്കുന്നത് ജോലികൾ ചെയ്യുന്ന അർത്ഥം. വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന വിഭാഗങ്ങൾ ഒരു രാജ്യത്തുണ്ടായിരിക്കണം. അഥവാ ആർട്ടിസാൻസ് ഉണ്ടാവണം, കരകൗശല വിദഗ്ധർ, അഗ്രികൾച്ചറിസ്റ്റ് വേണം, അഥവാ കർഷകർ, അതുപോലെ യോദ്ധാക്കൾ വേണം, അതുപോലെ പ്രീസ്റ്റ് വേണം. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ വേണം, അതുപോലെ ഭരണാധികാരികൾ വേണം, അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ജനങ്ങൾ വേണം, നന്മമരങ്ങൾ എന്നെല്ലാം പറയില്ലേ. ഇത്തരം ആൾക്കാരൊക്കെ ഒരു രാജ്യത്ത് ഉണ്ടായിരിക്കണം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്ന ഒരു വിചിത്രമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ആർട്ടിസാൻസിനും ആർട്ടിസാൻസ് എന്ന് പറഞ്ഞാൽ കൈത്തൊഴിൽ കരകൗശല വിദഗ്ധർ എന്നറിയാം, കരകൗശല വിദഗ്ധർക്കും അതേപോലെ കർഷകർക്കും പൗരത്വം നൽകാൻ പാടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അടിമകളെയും പൗരന്മാരായി കണക്കാക്കാൻ പാടില്ല എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നു. എന്താണ് അത്ര വിചിത്രമായ ഒരു കാര്യം പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും അഞ്ചാമത്തെ പോയിന്റായി പറയുന്നത്, അഥവാ ഒരു നല്ല രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നത് അവിടുത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. അഥവാ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള പ്രദേശം ഏതാണോ ആ പ്രദേശമായിരിക്കും ഏറ്റവും നല്ല സ്ഥലം. അഥവാ ഒരു രാജ്യം നല്ല രൂപത്തിലാവണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം നിർബന്ധമാണ്. അത് ജനങ്ങളെ നല്ലവരാക്കുകയും ധാർമ്മിക മൂല്യമുള്ളവരാക്കി മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ്. ഇനി അരിസ്റ്റോട്ടിൽ വിപ്ലവത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ഒരു വിപ്ലവത്തെക്കുറിച്ചും ഗവൺമെൻറ് മാറുന്നതിനെക്കുറിച്ചുമൊക്കെ വിശദീകരിച്ച തത്വങ്ങൾ അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. വിപ്ലവം എന്ന വിഷയത്തെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ വളരെ പ്രായോഗികമായ, എംപിരിക്കലായ, അതേപോലെ തന്നെ പോയിന്റ് ടു പോയിൻ്റായ കുറേ ആശയങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിപ്ലവത്തിലൂടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്ന കാലം വരുമ്പോൾ, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഓരോ രീതിയിലുള്ള ഭരണകൂടവും, അത് രാജഭരണമായിരിക്കട്ടെ, രാജഭരണം എന്ന് ഉദ്ദേശിക്കുന്നത് ജന്മിഭരണം, ഓക്കെ, അങ്ങനെ രാജഭരണമായിക്കൊള്ളട്ടെ, ജനാധിപത്യ ഭരണമായിക്കൊള്ളട്ടെ, അതുപോലെ കുറഞ്ഞ ആൾക്കാർ മാത്രം അധികാരത്തിലിരിക്കുന്ന ഒളിഗാർക്സ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് രൂപത്തിലുള്ള ഭരണമായി കഴിഞ്ഞാലും വിപ്ലവത്തിനോട് എതിരിട്ട് സ്വന്തം അധികാരത്തെ നിലനിർത്താൻ വേണ്ടി, സ്വന്തം അധികാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രവർത്തിക്കണമെന്ന് ഇത്തരം ഭരണാധികാരികൾക്കറിയാം എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നു. അഥവാ വിപ്ലവം വരുമ്പോൾ ആ വിപ്ലവത്തെ തടുക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇത്തരം ഭരണാധികാരികൾ ചെയ്യാറുണ്ട് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്.
അത്തരം പ്രവർത്തനങ്ങളിൽ അഥവാ സ്വന്തം സുരക്ഷിത ഉണ്ടാക്കാൻ വേണ്ടി രാജാക്കന്മാരും ജനാധിപത്യ ഭരണകൂടമൊക്കെ ശ്രമിക്കുമ്പോൾ എത്തിക്സിനെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കുകയല്ല, അഥവാ രാഷ്ട്രീയത്തിൽ പിന്നീട് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുകയല്ല ചെയ്യുക. അവർക്ക് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ അവരുടെ ഭരണം സുരക്ഷിതമാകാനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുക. അത് ചിലപ്പോൾ എത്തിക്സിന് വിരുദ്ധവുമായിരിക്കും. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ധാർമ്മിക മൂല്യങ്ങൾ. ആ ധാർമ്മിക മൂല്യത്തിന് വിരുദ്ധമായിട്ട് വരെ ഈ അത്തരം ഭരണകൂടം പ്രവർത്തിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് റവല്യൂഷനെക്കുറിച്ച്, വിപ്ലവത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. എന്നാൽ അരിസ്റ്റോട്ടിലിൻ്റെ കാഴ്ചപ്പാട്, വിപ്ലവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അങ്ങനെ ആയിരുന്നില്ല. റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അഥവാ വിപ്ലവം എന്ന് പറഞ്ഞാൽ മാറ്റം എന്ന് മാത്രമേ അരിസ്റ്റോട്ടിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അരിസ്റ്റോട്ടിൽ പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള റവല്യൂഷൻസ് ഉണ്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ 5 തരത്തിലുള്ള വിപ്ലവങ്ങളുണ്ട് എന്ന് പറയുന്നു. ഒന്നാമതായിട്ട് എ റവല്യൂഷൻ ദാറ്റ് മേ ചേഞ്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയെ തന്നെ മാറ്റം വരുത്തുന്ന വിപ്ലവങ്ങൾ ഉണ്ടാവാറുണ്ട്. രണ്ടാമതായി പറയുന്നത് എ റവല്യൂഷൻ ദാറ്റ് മേ ചേഞ്ച് ദ റൂളിംഗ് പീപ്പിൾ, ഭരണത്തിലിരിക്കുന്ന ഭരണാധിപന്മാരെ മാറ്റം വരുത്തുന്ന വിപ്ലവങ്ങൾ ഉണ്ടാവാറുണ്ട്. മൂന്നാമതായി പറയുന്നത് എ റവല്യൂഷൻ ദാറ്റ് മേ മേക്ക് ആൻ oligarchy more oligarchic or change democracy into more democracy, ഒളിഗാർക്കിയിലുള്ള ഒരു ഭരണകൂടത്തെ കൂടുതൽ ഒളിഗാർക്കിയാക്കി മാറ്റാനുള്ളതായിരിക്കാം ചിലപ്പോൾ റവല്യൂഷൻ. ജനാധിപത്യത്തിലുള്ള ഒരു അവസ്ഥയെ കൂടുതൽ ജനാധിപത്യപരമായി മാറ്റാനുള്ള അങ്ങനെ മാറ്റുന്നതായിരിക്കും ചിലപ്പോൾ റവല്യൂഷൻ അഥവാ വിപ്ലവം. നാലാമത്തെ വിപ്ലവമായിട്ട് അരിസ്റ്റോട്ടിൽ പറയുന്നത് എ റവല്യൂഷൻ ദാറ്റ് മേ ചേഞ്ച് ജസ്റ്റ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ടു ഗവൺമെൻറ് ലൈക്ക് ആൻ ഓഫീസ്, ഒരു സ്ഥാപനത്തെ ഗവൺമെൻറ്റാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു വിപ്ലവമാണ് അദ്ദേഹം പറയുന്ന നാലാമത്തെ ഐറ്റം വിപ്ലവം. ഇനി 5ാമത്തെ ഐറ്റം വിപ്ലവം അദ്ദേഹം പറയുന്നത് എ റവല്യൂഷൻ ദാറ്റ് മേ ചേഞ്ച് ജസ്റ്റ് എ സെറ്റ് ഓഫ് പീപ്പിൾ ഇൻ ടു ഗവൺമെൻറ്, ഒരു കൂട്ടം ജനങ്ങളെ ഭരണത്തിലേക്ക് എത്തിക്കുക എന്നതായിരിക്കാം, അങ്ങനെ ഒരു മാറ്റം വരുത്തുന്നതായിരിക്കാം റവല്യൂഷൻ. എന്തായാലും പലതരത്തിലുള്ള മാറ്റങ്ങളാണ് റവല്യൂഷൻ എന്ന് പുള്ളിക്കാരൻ പറയുകയാണോ. ഇനി ഓരോ റവല്യൂഷനും കാരണമുണ്ടായിരിക്കും. എന്താണ് റവല്യൂഷന്, വിപ്ലവത്തിന് കാരണം എന്ന് ഇദ്ദേഹം പറയുകയാണ്. വിപ്ലവങ്ങൾക്ക് നിരവധി കാരണങ്ങളുണ്ടായിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾ സമത്വത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. സമത്വമില്ലാത്ത അവസ്ഥയിലാണ് വിപ്ലവത്തിന് വേണ്ടി ജനങ്ങൾ മുന്നിട്ടിറങ്ങുന്നത്. സമത്വം ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ആഗ്രഹമാണ് അവർക്ക് വിപ്ലവത്തിന് വേണ്ടി സാധാരണയായിട്ട് കാരണമായി വരുന്നത്. പൊതുവേ ഉള്ള കാരണം ഇതാണ്. സമത്വമില്ലാത്ത അവസ്ഥ വരുമ്പോൾ സമത്വം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, ജനങ്ങൾ വിപ്ലവം നടത്തുന്നത്. എന്നാൽ ചില പ്രത്യേക കാരണങ്ങളും ഉണ്ടായിരിക്കാം. റവല്യൂഷന് വേണ്ടിയുള്ള പ്രത്യേക കാരണങ്ങളുണ്ടായിരിക്കാം. ഒന്ന് ലവ് ഫോർ ഗെയിൻ, നേടിയെടുക്കാൻ വേണ്ടി, ഭരണം നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്താലായിരിക്കാം. ലവ് ഫോർ ഹോണർ എന്നല്ല ഓണർ എന്നാണ് വായിക്കുക. അപ്പോൾ ലവ് ഫോർ ഓണർ, എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയായിരിക്കാം. ഫിയർ, ഭയം കാരണത്താലായിരിക്കാം. അൺഡ്യൂ പ്രോമിനൻസ് ഓഫ് സം ഇൻഡിവിജ്വൽസ് ഇൻ പബ്ലിക് ലൈഫ്, പൊതുജീവിതത്തിൽ ചില വ്യക്തികൾക്ക് അർഹമല്ലാത്ത പ്രാധാന്യം ലഭിക്കുമ്പോൾ അതിനെതിരെ വിപ്ലവങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ കെയർലെസ്നെസ് ഇൻ ഗ്രാൻഡിങ് ഓഫീസ്, ഗവൺമെൻറ്റിൻ്റെ ജോലികൾ നൽകുമ്പോൾ, ഉദ്യോഗം നൽകുമ്പോൾ അതിൽ അശ്രദ്ധ വരുത്തുന്നത് കാരണത്താൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആൻഡ് നെഗ്ലക്റ്റ് ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെ അവഗണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ തിരസ്കരിക്കുകയാണെങ്കിൽ അതിനെതിരെയും, മാറ്റങ്ങളെ തള്ളിക്കളയുമ്പോൾ അതിനെതിരെയും വിപ്ലവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കുറേ കാരണങ്ങൾ പറഞ്ഞെങ്കിൽ അതിനെ നമുക്ക് എണ്ണി പറയുകയാണെങ്കിൽ ഒരു 10-12 കാരണങ്ങൾ, 12ഓളം കാരണങ്ങൾ ഇവിടെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. പേജ് 34 വരിക. അഥവാ രാജ്യത്ത് വിപ്ലവങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, പ്രത്യേകമായ ചില കാരണങ്ങൾ പറയുന്നത്, ഒന്നാമത്തത് ഓരോ തൊഴിലുകളും ഓരോ ഓഫീസുകളും, ഓഫീസ് എന്ന ഉദ്ദേശം ഉദ്യോഗം നടത്താം, അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുമ്പോൾ, അത് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് തുല്യമല്ലാത്ത രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ വിപ്ലവം ഉണ്ടാകും. അഥവാ
സ്റ്റേറ്റിൻ്റെ പല ഓഫീസുകളും തുല്യമല്ലാത്ത നിലയിൽ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുമ്പോൾ അത് റവല്യൂഷന് കാരണമാകും. രണ്ടാമത്തെ കാരണമായി പറയുന്നത് അധികാരത്തെ മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട്, അഥവാ ദുരുപയോഗം, അധികാര ദുരുപയോഗം കാരണത്താൽ അതിനെതിരെ വിപ്ലവങ്ങൾ ഉണ്ടാവാറുണ്ട്. അഥവാ ഒരധികാരി അയാളുടെ അധികാരം തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെതിരെ വിപ്ലവങ്ങൾ ഉണ്ടാവാറുണ്ട്, അഥവാ വിപ്ലവങ്ങൾക്ക് അത് കാരണമായി മാറാറുണ്ട്. മൂന്നാമത്തെ കാരണം പറയുന്നത്, വിപ്ലവങ്ങൾ ഉണ്ടാവാനുള്ള മൂന്നാമത്തെ കാരണങ്ങൾ പറയുന്നത് അനീതിയാണ്. ജനങ്ങളോട് വല്ല അനീതിയും കാണിക്കുന്നുണ്ട് എങ്കിൽ അത് വിപ്ലവത്തിലേക്ക് വഴിവെക്കും. നാലാമത്തെ കാരണമായി പറയുന്നത് റിക്രൂട്ട്മെൻറ്റ്, അശ്രദ്ധമായ റിക്രൂട്ട്മെൻറ്റാണ്, തിരഞ്ഞെടുപ്പാണ്. അഥവാ ഗവൺമെൻറ്റിൻ്റെ ഓഫീസിലേക്ക് നല്ലതല്ലാത്ത രൂപത്തിൽ ജനങ്ങളെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ, തൊഴിലിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർ അതിന് എതിരെ വിപ്ലവം നടത്തിയേക്കാം. അഞ്ചാമത്തെ കാരണമായി പറയുന്നത് അനാവശ്യമായ ചെലവഴിക്കൽ കാരണത്താൽ, അഥവാ സർക്കാരിൻ്റെ സമ്പത്തിനെ അനാവശ്യമായ രൂപത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ അതിനെതിരെയും ജനങ്ങൾ വിപ്ലവങ്ങൾ നടത്തിയേക്കാം. ആറാമത്തെ കാരണമായി പറയുന്നത് അസൂയയാണ്. അഥവാ അധികാരത്തിലിരിക്കുന്നവരോടുള്ള അസൂയ കാരണത്താൽ ചിലർ വിപ്ലവങ്ങൾക്ക് വേണ്ടി തയ്യാറായേക്കാം. ഏഴാമത്തെ കാര്യമായി പറയുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെ അവഗണിക്കുകയാണെങ്കിൽ, അഥവാ ഭരണ സംവിധാനത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാലികമായി കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ വരാൻ തയ്യാറാവാതെ ഭരണകൂടം നിൽക്കുകയാണെങ്കിൽ അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കും, വിപ്ലവങ്ങൾ ഉണ്ടായേക്കും. അത് കാരണത്താൽ രാജ്യത്ത് വിപ്ലവങ്ങൾ ഉയർന്നു വരും. എത്ര പറഞ്ഞ എട്ടാമത്തെ കാര്യമാണ് പറഞ്ഞത്, അല്ല ഏഴാമത്തെ കാര്യമാണ് പറഞ്ഞത്. എട്ടാമത്തെ കാരണമായി പറയുന്നത് ഇമിഗ്രേഷൻ ഫ്രം ഔട്ട്സൈഡ്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ സിറിയക്കാർ മറ്റു സ്ഥലത്തേക്ക് ഇമിഗ്രേറ്റ് ചെയ്തെന്ന് പറയില്ലേ, കുടിയേറ്റം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റം സംഭവിക്കുമ്പോഴും അവിടെ വിപ്ലവങ്ങൾ ഉണ്ടായേക്കാം. അഥവാ അനിയന്ത്രിതമായി മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റം സംഭവിച്ചാൽ അത് കാലം കഴിയുന്തോറും കൂടുതൽ ആൾക്കാർ പുറത്തുനിന്ന് വരികയും അവർ പിന്നീട് വിപ്ലവത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ എണ്ണിയെന്നതിൽ 9ാമതായി എണ്ണിയിരിക്കുന്നത് ഒരു കാരണവുമില്ലാതെ സൈന്യത്തെ ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധവും വിപ്ലവങ്ങളും ഉണ്ടായേക്കാം. ഗവൺമെൻറ് അതിൻ്റെ സൈനികമായ ഉപയോഗത്തെ നല്ല രൂപത്തിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ, സൈനികമായ ശക്തിയെ. എന്നാൽ ജനങ്ങളുടെ മേൽ ഒരു യുക്തിയുമില്ലാതെ സൈനിക ശക്തി ഉപയോഗിക്കുകയാണെങ്കിൽ ജനങ്ങൾ അതിനെതിരെ വിപ്ലവങ്ങൾ നടത്തിയേക്കും. 10ാമത്തെ കാരണമായി പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് ജനവികാരം ഇളക്കിവിടുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരനുണ്ടെങ്കിൽ അത് കാരണത്താലും വിപ്ലവങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങളും വിപ്ലവങ്ങളും ഉണ്ടായേക്കാം. ജനവികാരം ഇളക്കിവിടുക, അങ്ങനത്തെ രാഷ്ട്രീയക്കാർ കാരണത്താൽ അങ്ങനെ കൂടുതലായി ജനങ്ങളെ ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വിപ്ലവത്തിലേക്ക് മുന്നിട്ടിറങ്ങും ജനങ്ങൾ. 11ാമത്തെ കാരണമായി പറയുന്നത് ഒലിഗാർക്കി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കണം, ഒറ്റയാൾ ഭരിക്കലല്ല, കൂടുതലാൾ ഭരിക്കലല്ല, കുറഞ്ഞ ആൾക്കാർ ഭരണം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ ഭരിക്കുന്നതിനെയാണ് ഒളിഗാർക്കി എന്ന് പറയുന്നത്. ആ രൂപത്തിൽ ഒളിഗാർക്കിയായ ഭരണ സംവിധാനത്തിൽ ഈ ഒളിഗാർക്കികളായ ഭരണത്തിലിരിക്കുന്ന കുറഞ്ഞ ആൾക്കാർ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഭരണം നടത്തുമ്പോൾ, കൂടുതലായും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഭരണം നടത്തുമ്പോൾ അതിനെതിരെ വിപ്ലവങ്ങൾ ഉണ്ടായേക്കാം. ഇനി അരിസ്റ്റോക്രസീസിൽ, രാജഭരണമുള്ള സ്ഥലത്ത് രാജാവിനോട് അസൂയ കാരണത്താൽ ആ രാജഭരണത്തിനെതിരെ വിപ്ലവങ്ങൾ ഉണ്ടായേക്കാം. ഇത്രയാണ് വിപ്ലവങ്ങൾക്ക് വിപ്ലവമല്ല, വെറും വിപ്ലവം മതി, വെറും വിപ്ലവങ്ങൾക്ക് കാരണമാകുന്നതെന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നു. 35ാമത്തെ പേജിൽ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ വോയിസ് അവസാനിപ്പിക്കാം. അഥവാ ഒരു വിപ്ലവം ഉണ്ടാകുമ്പോൾ അതിനെ തടയാനുള്ള രീതികളെയും അരിസ്റ്റോട്ടിൽ തന്നെ വിശദീകരിക്കുകയാണ്.
വിപ്ലവത്തെ നേരിടാനുള്ള നിരവധി രീതികൾ, ഉപയോഗപ്രദമായ രീതികൾ അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവയെ താഴെ ചുരുക്കി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റായി പറയുന്നത്, ജനങ്ങളുടെ ഒക്കെ മനസ്സിൽ ഒരു സ്പിരിറ്റ്, എന്താണ് ഒരു സ്പിരിറ്റിന് മലയാളം എന്താ പറയുക, ഒരു ആവേശം, അല്ലെങ്കിൽ സ്പിരിറ്റ് എന്താ പറയുക, ഒരു ആവേശം, അല്ലെങ്കിൽ ആവേശം ഉണ്ടാക്കിയെടുക്കുക. എന്തിനാവേശം? നിയമത്തെ അനുസരിക്കുക എന്ന ആവേശം, എന്നൊരു സ്പിരിറ്റ് ഓരോരുത്തരുടെയും ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് വിപ്ലവം തടയാനുള്ള ഏറ്റവും മികച്ച മാർഗം. അതിനുവേണ്ടി ഭരണഘടനയോടുള്ള ആത്മാർത്ഥമായ ബന്ധം, അല്ലെങ്കിൽ ഭരണഘടനയുടെ ആ സ്പിരിറ്റിനെ കുറിച്ച്, ആവേശത്തെക്കുറിച്ച്, അതിനോടുള്ള വിശ്വാസ്യതയെക്കുറിച്ച് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകണം. അങ്ങനെ ആകുമ്പോൾ രാജ്യം അത്തരം വിദ്യാഭ്യാസം ജനങ്ങൾക്ക് നൽകുമ്പോൾ ജനങ്ങൾക്ക് രാജ്യത്തോടുള്ള കൂറും ഭരണഘടനയോടുള്ള സ്നേഹവും ഉണ്ടാകും. അങ്ങനത്തെ കൂട്ടക്കാർ ആ രാജ്യത്തിനെതിരെ വിപ്ലവം നടത്തുകയില്ല. ഇനി വിപ്ലവം തടയാനുള്ള രണ്ടാമത്തെ പോയിന്റായി ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഭരണഘടനയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് വളരെയധികം നിരീക്ഷിച്ചിട്ട് മാത്രമേ ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവരാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ഭരണഘടനയിൽ പെട്ടെന്ന് മാറ്റം വരുത്താൻ പാടില്ല. മാറ്റം വരുത്തുന്നത് പതിയെ പതിയെ, വളരെ ശ്രദ്ധിച്ച് ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ നോക്കി പതിയെ മാത്രമേ മാറ്റം വരുത്താൻ പാടുള്ളൂ. നിലവിലുള്ള ഭരണ സംവിധാനത്തെ, അല്ലെങ്കിൽ നിലവിലുള്ള നിയമത്തെ പെട്ടെന്ന് മാറ്റം വരുത്താൻ പാടില്ല, വളരെ പതിയെ മാത്രമേ മാറ്റം വരുത്താൻ പാടുള്ളൂ എന്നതാണ് രണ്ടാമത്തെ രീതി പറയുന്നത്. മൂന്നാമത്തെ രീതി, അഥവാ ഒരു വിപ്ലവം ഉയർന്നു വരികയാണെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ, വിപ്ലവം ഇല്ലായ്മ ചെയ്യാനുള്ള മൂന്നാമത്തെ കാരണമായി പറയുന്നത്, അധികാരം ഏതെങ്കിലും ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ കുറഞ്ഞ ആൾക്കാരുടെയോ മാത്രം കയ്യിലുള്ള ഒരു സംഭവമായി മാറാൻ പാടില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയാണ് മൊത്തം ഭരണം നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഭരണം മൊത്തം അവനിലാണ് കേന്ദ്രീകരിച്ച് ഇരിക്കുന്നതെങ്കിൽ, അതുപോലെ കുറഞ്ഞ ആൾക്കാരുടെ കയ്യിലാണ് അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എങ്കിൽ അത് വിപ്ലവത്തിന് സാധ്യതയുണ്ട്. അങ്ങനെ അധികാരത്തെ കൂടുതലായും ഒരു വ്യക്തിയുടെ കയ്യിലായി കേന്ദ്രീകരിക്കാൻ പാടില്ല, അതുപോലെ കുറഞ്ഞ ആൾക്കാരുടെ കയ്യിലായും കേന്ദ്രീകരിക്കാൻ പാടില്ല. നാലാമതായി പറയുന്നത്, വിപ്ലവത്തെ തടയാനുള്ള മാർഗമായി നാലാമതായി പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിലേക്ക് ജോലികൾ നൽകുമ്പോൾ എല്ലാ ജനങ്ങളെയും ഒരുപോലെ പരിഗണിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെയോ അവഗണിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ആ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായ സെലക്ഷൻ രീതി ഉണ്ടായിരിക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് രീതി ഉണ്ടായിരിക്കേണ്ടതാണ്. അഥവാ ഒരു സെലക്ഷൻ സിസ്റ്റം തന്നെ, നല്ല രൂപത്തിലുള്ള സെലക്ഷൻ സിസ്റ്റം തന്നെ അതിനുവേണ്ടി തയ്യാറാക്കണം. ആ സെലക്ഷൻ സിസ്റ്റത്തിലൂടെ, അഥവാ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥിതിയിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഓഫീസിലേക്കുള്ള ജോലിക്കാരെ എന്താ പറയുക, നിയമിക്കേണ്ടത്. വിപ്ലവം തടയാനുള്ള അഞ്ചാമത്തെ മാർഗമായി അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെക്കുന്നത്, സാമ്പത്തികമായ ഭരണത്തിൽ, അഥവാ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നതിൽ ഗവൺമെൻറ്റിന് നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി പബ്ലിക് കൺട്രോൾ. പൊതു ഗവൺമെൻറ്റിന് കൺട്രോൾ ഉണ്ടായിരിക്കണം രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഭരണം നടത്തുമ്പോൾ. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ ഈ സമ്പത്തിനെ സ്ക്രൂട്ടിനി ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കണം. സ്ക്രൂട്ടിനി ചെയ്യാന്ന് പറഞ്ഞാൽ പരിശോധിക്കുക. അഥവാ ഗവൺമെൻറ്റാണ് സാമ്പത്തികമായ പ്രവർത്തനം നടത്തുക. അതൊക്കെ നടത്തുമ്പോൾ തന്നെ ജനങ്ങൾക്ക് അതിനെ നിരീക്ഷിക്കാനും എത്ര രൂപ ഓരോ കാര്യത്തിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എന്നുള്ള കണക്കുകൾ പരിശോധിക്കാൻ അവസരമുണ്ടായിരിക്കണം. ഗവൺമെൻറ്റിൻ്റെ ഓഫീസിൽ ജോലിയും അതേപോലെ തന്നെ വലിയ ബഹുമതികളൊക്കെ നൽകുമ്പോൾ അവിടെ നീതിയുക്തമായി, അഥവാ നീതിക്കധിഷ്ഠിതമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ആരും അതിനെതിരെ വിപ്ലവം നടത്തുകയില്ല. അതുപോലെ ഏഴാമത്തെ പോയിൻ്റായി പറഞ്ഞിരിക്കുന്നത്, ഒരു രാജ്യത്ത് ചെറിയ ചെറിയ സംഭവങ്ങൾ നടക്കുമ്പോൾ പോലും അതിനെ അവഗണിക്കാൻ പാടില്ല. കാരണം ചെറിയ ചെറിയ സംഭവങ്ങളാണ് പിന്നീട് വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ സംഭവങ്ങളെപ്പോലും അവഗണിച്ച് ഒഴിവാക്കി വെക്കാൻ പാടില്ല. എട്ടാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്, പുറമേ നിന്ന് വരുന്ന മൈഗ്രൻസിൻ്റെ
കുടിയേറ്റത്തിലൂടെ വരുന്ന ആൾക്കാരെ തടയണം, അഥവാ പുറമേ നിന്ന് വരുന്ന ആൾക്കാരെ തടയണം, അവരെ രാജ്യത്ത് നിലനിർത്താൻ തയ്യാറാവരുത്. വന്നവരെ തന്നെ കൃത്യമായി നിരീക്ഷിച്ചിരിക്കണം. അവർ അങ്ങനെ പുറമേ നിന്ന് വരുന്ന ആൾക്കാർ ഒറ്റപ്പെട്ട് നിൽക്കാതെ, അവർ മാത്രമായി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന നിൽക്കാതെ പൊതുജനങ്ങളിലേക്ക് ഇണങ്ങിച്ചേരുന്ന, അല്ലെങ്കിൽ പൊതുജനങ്ങളിലേക്ക് ചേരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 9ാമത്തെ രീതി പറയുന്നത്, അഥവാ വിപ്ലവം തടയാനുള്ള മാർഗമായി അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക. അഥവാ ഒരു സർക്കാരിനെ കുറിച്ച്, സ്റ്റേറ്റിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പുണ്ടാകുകയും ആ മതിപ്പിലൂടെ ജനങ്ങളുടെയൊക്കെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ അത്തരം വിശ്വാസം നേടിയെടുത്ത സർക്കാരിനെതിരെ, സ്റ്റേറ്റിനെതിരെ ജനങ്ങൾ വിപ്ലവത്തിന് തയ്യാറാവുകയില്ല. ഇത്ര കാര്യങ്ങളാണ് വിപ്ലവം തടയാനുള്ള മാർഗമായി അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെക്കുന്നത്. ഇനി 36ാമത്തെ പേജിൽ പറയുന്ന സ്ലൈവറിയെക്കുറിച്ച്, അഥവാ അടിമത്ത സമ്പ്രദായത്തെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അത് അടുത്ത ക്ലിപ്പിൽ പറയാം.